പക്ഷാഘാത ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മേത്ര ആശുപത്രിയിലെ അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്ട്രൈക്ക് ദ സ്ട്രോക്ക് നെറ്റ്വർക്ക് ആരംഭിച്ചു. ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ ഉദ്ഘാടനം ചെയ്തു. രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തി സ്ട്രോക്കിനെ നേരിടാൻ പര്യാപ്തമായ സ്ട്രോക്ക് റെഡി കമ്മ്യൂണിറ്റി രൂപീകരിക്കുകയാണ് നെറ്റ്വർക്ക് പദ്ധതിയുടെ ലക്ഷ്യം. സ്ട്രോക്ക് കെയർ മാനേജ്മെന്റിനായി പ്രത്യേക പരിശീലനം നൽകി കോഴിക്കോടും സമീപ പ്രദേശങ്ങളിലുമുള്ള പ്രൈമറി, സെക്കൻഡറി ആശുപത്രികളുമായി പങ്കാളികളാകാൻ മൈത്ര സജ്ജമാണെന്ന് ന്യൂറോളജി വിഭാഗ മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സച്ചിൻ സുരേഷ് ബാബു പറഞ്ഞു. സ്ട്രോക്ക് കെയറിനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫിസിയോതെറാപ്പി സെന്ററായി തിരഞ്ഞെടുക്കപ്പെട്ട മൈത്രയിൽ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ന്യൂറോ സയൻസസിന് കീഴിലാണ് ന്യൂറോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. Physiotherapy unit for stroke care in the country at the strike the stroke 1.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞു സഞ്ജു സ്ട്രൈക്ക് ദ സ്ട്രോക്ക് ക്യാമ്പയിന് വേണ്ടി ഇവിടെ വരും. അപ്പോൾ സ്ട്രോക്കിനെ കുറിച്ച് നമ്മളൊക്കെ വളരെ ഹെൽത്തി ആണല്ലോ എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ ഇതിൽ എത്രയോ പേർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, ഡയബറ്റീസ് ഉണ്ടാവാം. ഇതൊന്നും സമയം നിർണായകമായ സന്ദർഭങ്ങളിൽ നേരത്തെയുള്ള റിപ്പർഫ്യൂഷനിലൂടെ പക്ഷാഘാത രോഗികളുടെ ജീവൻ രക്ഷിക്കാനുള്ള സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതായി സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ ദീപ് പിള്ള വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ.